പാർലമെന്റിൽ നടക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ നടത്തിയിരിക്കുന്നത്. അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് മോദി സർക്കാർ ഈ മാസം ജീവൻ നൽകാൻ പോവുകയാണ്. ബില്ലിൽ സമവായം ഉണ്ടാക്കാൻ സർക്കാരിന്റെ ആഗ്രഹിക്കുന്നുവെന്നും ഇതിന്മേൽ വിശദമായ ചർച്ചകൾക്കായി പാർലമെന്ററി കമ്മിറ്റിക്കോ JPCക്കോ അയക്കാൻ ആലോചിക്കുന്നതായും സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ ഒന്നടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നത് സംബന്ധിച്ച് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിന് ഇതിനോടകം തന്നെ ക്യാബിനറ്റ് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുമായി JPC ചർച്ച നടത്തും. എല്ലാ സംസ്ഥാനങ്ങളിലെയും നൈസാന്ധികരെയും സ്പീക്കർമാരെയും ചർച്ചയിൽ ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. സാധാരണ ജനങ്ങളുടെ അഭിപ്രായങ്ങളും തേടും. സമവായം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പുതിയ സംവിധാനത്തിലേക്കുള്ള മാറ്റം വളരെയേറെ ബുദ്ധിമുട്ടുള്ളതായിരിക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഒരു സർക്കാരിനുള്ളത്. അതേസമയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ കുറഞ്ഞത് 6 ബില്ലുകളെങ്കിലും ഭരണഘടനാ ഭേദഗതിക്കായി ആവശ്യമായി വരും. ഇത് പാസാക്കിയെടുക്കാൻ സർക്കാരിന് പാർലമെന്റിന്റെ മുന്നിൽ 2 ഭൂരിപക്ഷവും ആവശ്യമാണ്. BJPയെ സംബന്ധിച്ച് നിലവിൽ അത്ര എളുപ്പമാകാൻ സാധ്യത ഇല്ല എന്നതാണ് വ്യക്തം. പക്ഷേ മമതാ ബാനർജി മോദിയുടെ കൂടെ കൈകൊടുക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അനായാസം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് നിമിഷ നേരം കൊണ്ട് പാർലമെന്റിൽ പാസ്സാകും. 2014 BJP കേന്ദ്രത്തിൽ അധികാരത്തിലേറിയ അന്നു മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഉയർത്തുന്നുണ്ട്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് രീതി സമയവും പണവും നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് BJP ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടെയുള്ള തെരഞ്ഞെടുപ്പുകൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഒരു വലിയ തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇത് അപ്രായോഗികമാണെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല ആശയം ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നു. അതേസമയം 2029 ശേഷമേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. 18 ഭരണഘടനാ ഭേദഗതികളെങ്കിലും ഈ കമ്മിറ്റി മുന്നോട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. 1952 ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ മൊത്തം ഒരുമിച്ചാണ് നടന്നത്. അന്ന് ഇത്രയും സംസ്ഥാനങ്ങളില്ലായിരുന്നു. 1967 വരെ ഇതായിരുന്നു പതിവ് തുറന്നുകൊണ്ടിരുന്നത്. കേന്ദ്രത്തിലേക്കും സംസ്ഥാനത്തിലേക്കും ഒരേ സമയം വോട്ടെടുപ്പ് നടക്കുക എന്നതാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന ആശയത്തിന്റെ പ്രധാന ലക്ഷ്യം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതി വിഷയത്തെക്കുറിച്ച് കൂടുതലായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. തുടർന്ന് കേന്ദ്രമന്ത്രി ഈ റിപ്പോർട്ടിന് അംഗീകാരം നൽകുകയും ചെയ്തു. എന്താണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് നോക്കാം. രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ചോ അല്ലെങ്കിൽ നിശ്ചിത സമയപരിധിക്കുള്ളിലോ പൂർത്തിയാക്കുക എന്നതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആ ഒരു സംഭവം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പൂർത്തിയാക്കി അതിനുശേഷം നിശ്ചിത സമയത്തിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണം. പൊതു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലങ്ങളുള്ള ഒരേ സമയത്തെ തെരഞ്ഞെടുപ്പ് രീതി മാറിയത് 1968 1969 ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണമാണ്. അന്ന് ചില സംസ്ഥാനങ്ങളിൽ സർക്കാരുകൾ പിരിച്ചുവിട്ടു. അതുപോലെ തന്നെ 1970 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ തന്നെ നടന്നു. ഈ 2 കാര്യങ്ങൾ കാരണം രാജ്യത്തെ മൊത്തം തെരഞ്ഞെടുപ്പ് സമയവും വലിയ രീതിയിൽ തന്നെ താളം തെറ്റിക്കൊണ്ടായി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ നടപ്പിലാക്കുമെന്നതാണ് ഒരു ചോദ്യം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമർപ്പിച്ച പഠന റിപ്പോർട്ട് ഏകകണ്ഠമായാണ് അംഗീകരിച്ചിരിക്കുന്നത്. ജുഡീഷ്യറിയിലെ ഉയർന്ന റാങ്കിലുള്ള അംഗങ്ങൾ ഈ സമിതിയിൽ ഉണ്ടായിരുന്നു. പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ചാണ് ഈ റിപ്പോർട്ട് രാംനാഥ് കോവിന്ദ് തയ്യാറാക്കിയത്. ഇനി വലിയൊരു കടമയാണ് മുന്നിലുള്ളത്. അതായത് ലോക്സഭയിലും രാജ്യസഭയിലും ബില്ല് അവതരിപ്പിച്ച് രാഷ്ട്രപതി ഒപ്പിട്ട് ബില്ല് നിയമമാക്കണം. നിയമമായാൽ പാർലമെന്റിന്റെ സഭകളുടെ കാലാവധിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 83, രാഷ്ട്രപതി ലോക്സഭ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 85, സംസ്ഥാന നിയമസഭകളുടെ കാലാവധിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 172, പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 174 എന്നീ നിയമങ്ങളും ഭേദഗതി നടത്തേണ്ടി വരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നയരൂപീകരണം മെച്ചപ്പെടുത്താനും സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. ഓരോ സംസ്ഥാനത്തിനും ഉയർന്ന സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കാരണമാകും. മാത്രമല്ല പോളിംഗ് ശതമാനം കൂടുകയും തെരഞ്ഞെടുപ്പുകളുടെ എണ്ണം കൂടുന്തോറും ആളുകളുടെ വോട്ട് ചെയ്യാനെത്തുന്നത് കുറയുന്നതാണ് പതിവ് എന്നതാണ് വാദം. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ മറ്റു രാജ്യങ്ങളിൽ തൊഴിലാളികളാണ്. ഇവർക്ക് ഒരു തെരഞ്ഞെടുപ്പാവുന്നത് വലിയ രീതിയിൽ ഗുണം ചെയ്യും. മാത്രമല്ല സർക്കാരിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെലവ് കുറയുകയും ചെയ്യും.
അതായത് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതിനുശേഷം 1-2 വർഷം കഴിഞ്ഞതിന് ശേഷം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് 2 പ്രാവശ്യമായി വരുന്നതിനെ ചുരുക്കി ഒറ്റ പ്രാവശ്യമാകുക. അതിനുശേഷം അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്രയൊക്കെ തെരഞ്ഞെടുപ്പ് വന്നാലും കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ചെലവാക്കുന്നു. അപ്പോൾ അത്ര വലിയ രീതിയിലൊരു സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോദി സർക്കാർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്.